മുംബൈയും ലക്നൌവുമാണിന്ന് നേർക്കുനേർ വന്നത്. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. അവസാനം വരെ ആര് ജയിക്കുമെന്ന് പറയാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. സൂര്യകുമാർ മികച്ച കളിയാണ് ഇന്ന് കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ മുംബൈ ലക്നൌ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൌ ആണ് ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. അവർക്ക് മികച്ച തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. മിച്ചൽ മാർഷും മാർക്കറുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും നല്ല ബാറ്റിംഗ് പുറത്തെടുത്തു. മുംബൈ ടീം നാണം കെട്ടുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടുപേരും ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ ലക്നൌ ടീമിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് മുംബൈ കൃത്യസമയങ്ങളിൽ വിക്കറ്റുകൾ നേടുന്നുണ്ടായിരുന്നു. ഋഷഭ് പന്ത് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 2 റൺസ് മാത്രമാണ് പന്ത് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബദോനിയും മില്ലറും കൂടി ലക്നൌ ടീമിനെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ ഇന്ന് ലക്നൌ മികച്ച റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസാണ് ലക്നൌ അടിച്ചു കൂട്ടിയത്. മുംബൈ ടീമിനെ അപേക്ഷിച്ച് വലിയ സ്കോർ ആയിരുന്നു. പിന്നീട് ഇന്ന് മുംബൈ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. മുംബൈക്ക് വേണ്ടി പുതിയൊരു ഓപ്പണറായിരുന്നു ഇന്ന്. രോഹിത് ശർമ്മ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിൽ ജാക്സും റിക്കൾട്ടനുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും പരാജയമായി മാറിയിരുന്നു. സ്റ്റാർട്ടിംഗ് തന്നെ 2 വിക്കറ്റുകൾ മുംബൈയുടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമാന്തിറാണ് ഒന്ന് അടിച്ചു കളിച്ചത്. താരത്തിന് നല്ലൊരു സപ്പോർട്ടായിട്ട് സൂര്യകുമാറും മികച്ച കളി പുറത്തെടുത്തു. ഇതോടുകൂടി മുംബൈ ടീമിന്റെ സ്കോർ ബോർഡ് കുതിക്കാൻ തുടങ്ങി. ലക്നൌ ടീം എത്ര ശ്രമിച്ചിട്ടും മുംബൈയെ തടയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുംബൈ ടീം റൺ റേറ്റ് നോക്കി തന്നെ കളിച്ചു. പിന്നീട് സൂര്യകുമാർ 67 റൺസിൽ ഔട്ടായി മടങ്ങി. അത് മുംബൈക്ക് തിരിച്ചടിയായിരുന്നു. ശേഷം ഇംപാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തിലക് വർമ്മയായിരുന്നു. രോഹിത് ശർമ്മയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രോഹിതിനെ അവർ കളിക്കാൻ ഇറക്കിയില്ല. തിലക് വർമ്മയും പാണ്ഡ്യയും കൂടി മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. വളരെ ആവേശം നിറഞ്ഞ മത്സരം തന്നെയായിരുന്നു ഇന്നത്തേത്. മുംബൈയും ലക്നൌവും തുല്യ ശക്തികളായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.